തുടങ്ങിയിട്ടേ ഉള്ളൂ. ശ്രീ പണിക്കർ, ഇത്രയും അയ്യപ്പ ഭക്തരെ ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചില്ല എന്നാണ് അധികൃതരുടെ വാദം. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു. ഞാൻ പോലും ഇത് അന്തിച്ചു പോയി. അദ്ദേഹത്തിന് ശബരിമലയുമായി വളരെ അടുത്ത ബന്ധം ഉള്ളയാളാണ്. അദ്ദേഹം പോലും അന്തിച്ചു പോയി എന്നാണ് പറയുന്നത്. ആദ്യ ദിവസം തന്നെ 55,000 ഭക്തർ വരിക, തൊട്ടടുത്ത ദിവസം 1,00,000-ലേക്ക്. 1,00,000 അതിൻ്റെ ഒരു നിയന്ത്രിക്കുന്ന ഒരു എണ്ണം അതാണല്ലോ. 70+30 എന്ന രീതിയിലാണല്ലോ. ഇപ്പോൾ അത് 70+20 എന്ന് 90,000 എന്നായി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ 1,00,000 ഭക്തർ വന്നു. ഇന്നായപ്പോൾ അതിലും കൂടുതലാകുമോ എന്നുള്ള ആശങ്ക ഉച്ചയോടുകൂടി വന്നു. ഇതാണ് സംഭവിച്ചത്. വരും ദിവസങ്ങളിൽ കുഴപ്പമുണ്ടാകില്ല എന്നാണ്. ശ്രീ മഞ്ജുഷ്, ഇത് സൂചിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത് വളരെ അപര്യാപ്തമായിരുന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ നമുക്ക് കാട്ടിത്തരുന്നത്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഈ 40 ദിവസത്തിന് മുകളിലുള്ള ഒരു സീസൺ സമയത്ത് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇത്ര പേര് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, മൂന്നാമത്തെ ദിവസം മുതലേ അത്രയും പേര് വരുള്ളൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ സമയത്തേക്ക് നിങ്ങൾ എന്ത് അഡീഷണൽ ആയിട്ട് മാറ്റങ്ങൾ ആ സമയത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ? ഇതൊക്കെ മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്, വെറുതെ പറയുന്ന ന്യായങ്ങളാണ്. അത് തന്നെയുമല്ല, ന്യായങ്ങളൊന്നും തന്നെ കൺവിൻസിങ് അല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ തന്നെ പറയുന്നുണ്ട് ഇത് വലിയൊരു പ്രശ്നമാണ് എന്ന് അദ്ദേഹം അക്നോളജ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ആ രീതിയിലത്തേക്കുള്ള ഒരു അഡ്മിഷൻ നടത്തുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് സത്യസന്ധമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഒരു സീസൺ സമയത്ത്, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ശബരിമല സീസൺ അല്ല, പതിറ്റാണ്ടുകളായിട്ട് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ അവിടുത്തെ അസൗകര്യങ്ങളുണ്ട് എന്ന രീതിയിലത്തേക്കോ സൗകര്യങ്ങൾ പര്യാപ്തമല്ല എന്ന രീതിയിലത്തേക്കുള്ള പരാതി വരുന്നതോ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് വരുന്നതോ ഒന്നും തന്നെ ആദ്യമായിട്ടല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ്, 2 വർഷം മുമ്പുള്ള സീസണിലാണ് നമ്മൾ കണ്ടത്. വാഹനങ്ങളൊക്കെ തന്നെ ബഹുദൂരം റോഡിൽ ഇങ്ങനെ അത് മൂവ് ചെയ്യാതെ കിടക്കുന്നു, ആൾക്കാർക്ക് ഭക്ഷണമില്ല, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ കൊണ്ടു കൊടുക്കുന്നു, കുട്ടികൾക്ക് പോലും വെള്ളം കുടിക്കാനുള്ള അവസ്ഥയില്ല. ഇതൊക്കെ കാണുന്നു. പല ആൾക്കാരും വഴിക്ക് വെച്ചിട്ട് മാല ഉപേക്ഷിച്ച്, അതായത് ശബരിമലയിലേക്ക് ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് മറ്റു പല ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി അവർ മാലയൊക്കെ അവിടെ തന്നെ അഴിച്ചു വെച്ചതിന് ശേഷം തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അതുണ്ടായത്? അത്ര വലിയ തിരക്ക് അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അത് നടാടെ ഉണ്ടായിരിക്കുന്ന തിരക്കല്ല. ഇത്രയും വലിയ തിരക്ക് അവിടെ ഉണ്ടാകും എന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ സീസണിൽ ഈ തിരക്ക് മാനേജ് ചെയ്തിരുന്ന ഒരു സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് ക്രെഡിറ്റ് അടിച്ചത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അങ്ങനെയായിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ഒരു മണ്ഡല മകരവിളക്ക് സീസൺ എന്നാണ് കഴിഞ്ഞ വർഷത്തെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ വർഷം പ്രശ്നമുണ്ടായി, നിലയ്ക്കലിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് ഈ ശബരിമല അയ്യപ്പ സംഗമ സമയത്ത് ആദ്യ വാചകം അതായിരുന്നു, ദേവസ്വം മന്ത്രിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തിന്റെയും. അതെ. അപ്പൊ അതിനർത്ഥം എന്താ? അതിനർത്ഥം ഇവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അത് ഞങ്ങൾ കൺട്രോൾ ചെയ്തു, അത് ഞങ്ങളുടെ ഒരു മികവാണ് എന്നാണല്ലോ ഇവർ പറഞ്ഞിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇവര് ചക്ക വീണ് മുയല് ചത്തതാണ് എന്ന രീതിയിൽ പറയണം. ശിക്കാരി ശംഭുവിനെ പോലെ എങ്ങനെയോ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചതാണ് എന്ന് പറയണം. അങ്ങനെയല്ല ഇവർ പറഞ്ഞത്. മറിച്ച് ഒരു തരത്തിലുള്ള പരാതികളുമില്ലാത്ത, ഒരാളിനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സീസണാണ് ഇപ്പോൾ കടന്നുപോയത് എന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആവർത്തിച്ച് മേനി നടിച്ചുകൊണ്ട് ഇത് പറഞ്ഞു എങ്കിൽ അതിനർത്ഥം കൺട്രോളബിൾ ആയിട്ടുള്ള വേരിയബിൾസ് മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ ആ തിരക്ക് നിയന്ത്രിക്കുക, എവിടെയൊക്കെയാണോ അതിന് സ്റ്റോപ്പ് പോയിന്റുകൾ വെക്കേണ്ടത്, എവിടെയൊക്കെയാണോ ആൾക്കാരെ തിരക്കിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിച്ച് നിർത്തേണ്ടത്, ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അതിനർത്ഥം. അതല്ലാതെ പെട്ടെന്ന് ഈ വർഷം അത് പൊടുന്നനെ അങ്ങ് എല്ലാം താറുമാറായിട്ട് പോകുന്നു, ഒന്നാമത്തെ ദിവസം ഇത്ര പേര് വരുന്നില്ല, രണ്ടാമത്തെ ദിവസം ഇത്ര പേര് വരും, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ് ആണ്. ഇത്ര വലിയ ഒരു അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് വരുന്നതിനെ കുറിച്ച് നേരിടുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ പ്രാപ്തമായിരുന്നില്ല. പകരം നിങ്ങളുടെ ഫോക്കസ് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ അടക്കം ഫോക്കസ് എവിടെയായിരുന്നു എന്നും ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടു പോകാനായിരുന്നു എന്ന കാര്യമെല്ലാം നമുക്കറിയാവുന്നതാണ്. നമ്മൾ ആലോചിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത് ഏതാനും 1-2 ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന 1-2 ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് വളരെ കൃത്യമായിട്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വളരെ കൃത്യമായി കോർഡിനേഷൻ നടത്തി ജനപ്രതിനിധികളുടെ, ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ താല്പര്യത്തോടുകൂടി, അവരുടെ എല്ലാം ഇൻവോൾവ്മെന്റോടുകൂടി, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടുകൂടി എല്ലാ വർഷവും കൃത്യമായിട്ട് നടക്കുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിനോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കാരണം ഈ സ്വർണ്ണപ്പാളിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ വരികയാണ്, പഴയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ.
അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കുന്നില്ല. ചില തീരുമാനങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക് എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഉണ്ടെന്ന് അതിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന്? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇതിന് കൃത്യമായിട്ട് വളരെ മുന്നൊരുക്കമുള്ളതാണ്. എത്രയോ നാൾ മുമ്പാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം ചേർന്ന്, പോലീസ്, പിന്നെ വാട്ടർ അതോറിറ്റി, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റും KSEB ഇതെല്ലാം ചേർന്നുകൊണ്ട് നിരവധി അവലോകന യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് വരെ ഇതിന് ഓരോ ഘട്ടത്തിലും ഇതിന്റെ റിവ്യൂ മീറ്റിംഗ്സ് നടക്കാറുണ്ട്. ഈ റിവ്യൂ മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർക്ക് സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് റുട്ടീനായിട്ട് ഇവരുടെ ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥരാരാണ്, അവർ കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് സ്ഥലത്ത് എങ്ങനെയാണ് നിയന്ത്രണം, അതിനാരോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പരിധിയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ അത് എസ്കലേറ്റ് ചെയ്യേണ്ടത് സംവിധാനം ഏതാണ്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളാണ്. ഇതൊന്നും പുതുതായിട്ട് വരുന്നതല്ല. നമ്മൾ ഈ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഈ സംവിധാനത്തിലെ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതിനെ ടോൺ ഡൗൺ ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് അവിടെ പുതുതായിട്ടൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോയിന്റ്, ശബരിമലയിലെ സീസൺ സമയം ഏത് സമയത്ത് തുടങ്ങുന്നു, എത്ര നാൾ വരെയാണ്, എത്ര ഭക്തരാണ് അവിടെ വരുന്നത്, അവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും, അവിടെ ആൾക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എന്താണ്, എന്തൊക്കെ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ഓരോ സീസണിന് മുമ്പിലും കൃത്യമായി ധാരണയുള്ള ആൾക്കാരാണ് സർക്കാരാണെങ്കിലും വിവിധ വകുപ്പുകളാണെങ്കിലും. എന്നിട്ടും അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, ഓൾട്ടർനേറ്റ് വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് ഫോക്കസ് കുഴപ്പമില്ല എന്ന് മേനി നടിച്ചു. ഇത്തവണ പക്ഷേ അതേ കുഴപ്പം തന്നെ മണ്ഡല സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ശ്രീ RB ബാബു, ഇതിന്റെ പേരിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ദേവസ്വം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സം നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി ഒരു അവലോകന യോഗത്തിലും പങ്കെടുത്തില്ല എന്നൊക്കെ ഇതിൽ അർത്ഥമാക്കേണ്ടതുണ്ടോ? ഒരു മുന്നൊരുക്കങ്ങളുടെയും ഭാഗമായിട്ടില്ല എന്ന്? അല്ല മഞ്ജുഷേ, നമ്മൾ ശബരിമല വിഷയം ഓരോ സീസൺ കാലത്തും നമ്മൾ ചർച്ച ചെയ്യുന്നു. ഓരോ സീസൺ കാലത്തും ശബരിമലയിലെ അയ്യപ്പന്മാരുടെ ദുരിതം, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ശബരിമല സീസൺ കാലത്തും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ശബരിമല സീസൺ എന്ന് തുടങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം ഒരാളോടും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത്തവണത്തെ ഒരു സാഹചര്യം എന്താണ്? ഇത്തവണത്തെ സാഹചര്യം ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന് ശേഷമുണ്ടായ കോലാഹലങ്ങളെ തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെ ആ സിസ്റ്റം അടിമുടി തകർന്ന് തരിപ്പണമായി കിടക്കുക. ആരാണ് അവിടെ നേതൃത്വം കൊടുക്കേണ്ടത്, ആരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും അവിടുത്തെ ഭരണ സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുക. അപ്പോൾ ആ സമയത്ത് അതിനെ നേരെയാക്കേണ്ടത്, അതിന് നേതൃത്വം കൊടുക്കേണ്ടത്, വകുപ്പ് തല ഏകോപനം ഉണ്ടാക്കേണ്ടത്, ഈ വകുപ്പുകളെ മുഴുവൻ സംയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വ്യക്തി ആരായിരുന്നു? ദേവസ്വം മന്ത്രി ആയിരുന്നില്ലേ? ദേവസ്വം മന്ത്രി എന്നുള്ള മന്ത്രി എന്തിനാണ് കേരളത്തിൽ? എന്തിനാണ്? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ കാലാവധി നവംബർ 15-ാം തീയതിയോട് തീരും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നവംബർ 15-ാം തീയതിക്ക് മുമ്പായിട്ട് തീരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഒരുപാട് വലിയ തോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. കാരണം സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹം കൂടി പങ്കാളിയാണ്. അങ്ങനെയുള്ള ആൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ശരിയാണ്, ജയകുമാർ ചാർജ് എടുത്തിട്ട് വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുൻപേ തന്നെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ചുമതല